നമ്മുടെ ആസ്ക് റുപ്പീമംഗ് സർവീസ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലേക്ക് ധാരാളം ആളുകൾ ലാസ്റ്റ് ഒരു 5 വർഷത്തിന് മേളിലായിട്ട് അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ എങ്ങനെ ക്ലിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, അതെങ്ങനെ ട്രാക്ക് ചെയ്യണം, അവരുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മളോട് സംശയങ്ങൾ ചോദിക്കുകയും അവർക്കുള്ള സൊല്യൂഷനുകൾ നേടുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ 4 വർഷം മുൻപ് നമ്മുടെ കൊറോണ കാലത്ത് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ഒരാള്, അദ്ദേഹം ഞാൻ പറഞ്ഞു കൊടുത്ത രീതി അതേപോലെ അല്ലാതെ മറ്റൊരു രീതിയിൽ ഫോളോ ചെയ്ത് ലാഭം ഉണ്ടാക്കിയ ഒരു കഥയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് ഞാനാണ്. 4 വർഷം മുൻപാണ് നമ്മളുടെ ആസ്ക് റുപ്പിമംഗ് സർവീസിന്റെ ഒരാള് നമ്മളെ ഫോൺ വഴി കോണ്ടാക്ട് ചെയ്തത്. കൊറോണയുടെ സമയമാണ്, നേരിട്ട് കാണാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ 4-5 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് പണം ഉണ്ടാവണം. അദ്ദേഹത്തിന് ആ പണം ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഫ്യൂച്ചറിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റുകളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടുകാര്യങ്ങളും നടന്നു പോകാനുള്ള ചെറിയൊരു എമൗണ്ടും കിട്ടണം എന്നുള്ളതാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഒരു 10-15,000 രൂപ ആ ഒരു 2024 ശേഷം മാസം അദ്ദേഹത്തിന് ഈ പോർട്ട്ഫോളിയോയിൽ നിന്ന് കിട്ടണം. അതുപോലെ മറ്റൊരു 10-15,000 രൂപ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പണം ഉണ്ടാവണം. അതേപോലെ ഈ 15,000 രൂപ കൊണ്ട് ആ 2024 സമയത്തെ ചെലവുകൾ നടക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് മറ്റു ചില ഇൻവെസ്റ്റ്മെന്റുകളും ഉണ്ട്, ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം കിട്ടാനുള്ള ഇൻവെസ്റ്റ്മെന്റുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു പണം ഈ 15,000 കൂടെ കൂട്ടിയാൽ കാര്യം നടക്കും എന്നാണ്. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഇൻഷുറൻസുകളുടെ മേഖലയിലായിട്ടും ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിന്റെ മേഖലയിലായിട്ടും പറഞ്ഞു കൊടുക്കേണ്ടായി. പക്ഷേ ഇദ്ദേഹത്തിന് ഈ സ്പെസിഫിക് കാര്യത്തിനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്തത് ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആയിരുന്നു സജസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന് അന്ന് ഇടാൻ ഉദ്ദേശിക്കുന്ന 50,000 രൂപ 4 ഫണ്ടുകളിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഇടാനായിട്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇടാനായിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കൂടുതൽ ഫണ്ടുകൾ ഇടുന്നതിനായിട്ട് അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ല, എന്നാൽ എനിക്ക് ടാക്സ് സേവിങ് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളിൽ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തോളാം എന്നുള്ള രീതിയിലൊക്കെ പറയട്ടെ. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞു, ടാക്സ് സേവിങ് നമുക്ക് കിട്ടുക 1.5 ലക്ഷം രൂപയാണ് ITC-യിൽ കിട്ടുക. അങ്ങനെ 1.5 ലക്ഷം രൂപ ITC-യിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 12,500 രൂപയോളൊക്കെ ഒരു മാസം അടയ്ക്കേണ്ടു. ബാക്കി പൈസ നിങ്ങൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇക്വിറ്റി ഫണ്ടുകളിൽ, മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഫണ്ടുകൾ പോലുള്ള ഫണ്ടുകളിലും നിങ്ങൾക്ക് യോജിക്കുന്ന മറ്റുള്ള ഫണ്ടുകളിലൊക്കെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള പോർട്ട്ഫോളിയോയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അത് എന്തുകൊണ്ട് ഓരോ ഫണ്ടും ഞാൻ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ നിങ്ങൾക്കും അങ്ങനെ ഒരു ഡയറക്ഷൻ വേണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കേട്ടോ. ഈ അടുത്ത് അദ്ദേഹം വീണ്ടും എന്നെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹം എനിക്കൊരു ഡീറ്റെയിൽസ് അയച്ചു തരികയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞ ഡീറ്റെയിൽസ് പ്രകാരം അന്ന് അദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ 50,000 രൂപയിൽ SIP സ്റ്റാർട്ട് ചെയ്തു. അതായത് 2020 ഏപ്രിൽ മാസത്തിൽ തന്നെ അദ്ദേഹം 50,000 രൂപയുടെ SIP സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അദ്ദേഹം ചെയ്തത് ഒരൊറ്റ ഫണ്ടിലേ ചെയ്തുള്ളൂ. ഞാൻ പറഞ്ഞു കൊടുത്ത 4 ഫണ്ടുകളിൽ നിന്ന് ഒരൊറ്റ ഫണ്ടിൽ, ഒരു ടാക്സ് സേവർ ഫണ്ടിൽ അദ്ദേഹം ഇൻവെസ്റ്റ്. മിറേ അസറ്റിന്റെ ടാക്സ് സേവർ ഫണ്ട്, ഇപ്പോഴത്തെ അതിന്റെ പേര് മിറേ അസറ്റ് ELSS ഫണ്ട് എന്നാണ്. ആദ്യമേ പറയട്ടെ, ഈ ഫണ്ട് ഞാൻ പറയുന്നത് ഒരു റെക്കമെൻഡേഷൻ എന്നുള്ള രീതിയിലല്ല, അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്നുള്ളൂ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ പുതിയ ടാക്സ് നിയമങ്ങൾ, ന്യൂ ടാക്സ് റെജീമിന്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ടാക്സ് സേവർ ഫണ്ടുകളിൽ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അന്നത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് വ്യത്യാസമുണ്ട് എന്നുള്ളതും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോ അദ്ദേഹം ചെയ്തതെന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ വർഷം 2020 ഏപ്രിൽ മുതൽ 2021 മാർച്ച് വരെ 50,000 രൂപ ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതുപോലെ രണ്ടാമത്തെ വർഷം 55,000 രൂപ ആക്കി അതിനെ വർദ്ധിപ്പിച്ചു. മൂന്നാമത്തെ വർഷം 60,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. നാലാമത്തെ വർഷം 65,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ മാർച്ച് മാസം അവസാനിച്ചപ്പോൾ അദ്ദേഹം ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തത് 27,60,000 രൂപ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് 4 വർഷം വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നിക്ഷേപിക്കേണ്ടായി. അപ്പോ ഈ ടാക്സ് സേവർ ഫണ്ടിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ മാസം ഇടുന്ന പണം 36 മാസം കഴിഞ്ഞ് 37ാമത്തെ മാസം അത് നമുക്ക് പിൻവലിക്കാം. രണ്ടാമത്തെ ആകുമ്പോൾ 38ാമത്തെ മാസം, മൂന്നാമത്തെ ആകുമ്പോൾ 39, അങ്ങനെ നമുക്ക് പിൻവലിക്കാനായിട്ട് സാധിക്കും. അപ്പോ ഇദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഓൾറെഡി 4 വർഷം കഴിഞ്ഞു. അപ്പൊ ഇദ്ദേഹം അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു പണം അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്തു. അതായത് 27,60,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആ ഫണ്ടിൽ നിന്നുള്ള ടോട്ടൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 41,65,000 രൂപയാണ്. ഏകദേശം
60% ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടായ സമയത്ത് ഇദ്ദേഹം ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്നും കൂടെ എന്നോട് പറഞ്ഞു കേട്ടോ. അദ്ദേഹം പറഞ്ഞത്, ഞാൻ അന്ന് പറഞ്ഞില്ല എനിക്ക് 10-15,000 രൂപ മാസം എടുക്കണം, അതുപോലെ ഇനി മറ്റു ഇൻവെസ്റ്റ്മെന്റുകൾ റീഇൻവെസ്റ്റ്മെന്റിനായിട്ട് ഒരു 15,000 രൂപ കൂടെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അതിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കാൽക്കുലേഷനും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് അത് ഒരു SWP റൂട്ടാണ്. അതായത് ഇതൊരു ഇപ്പൊ പറഞ്ഞു വന്നിരുന്നത് ഒരു SIP ചെയ്തുകൊണ്ട് അതിനുശേഷം SWP ചെയ്യുന്ന ഒരു രീതിയാണ്. അദ്ദേഹം ഫോളോ ചെയ്യുന്ന രീതി അത്ര ഫുൾ പ്രൂഫ് ഒന്നുമല്ല, എങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതായത് അദ്ദേഹം ഈ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസവും 30,000 രൂപ അതിൽ നിന്ന് അദ്ദേഹം പിൻവലിക്കാനായിട്ട് പോവുകയാണ്. 30,000 രൂപ പിൻവലിച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മാസവും ഈ 15,000 രൂപ അദ്ദേഹത്തിന്റെ ആവശ്യത്തിനും ബാക്കി 15,000 രൂപ മറ്റ് കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അങ്ങനെ കിട്ടുന്ന ഈ ഫണ്ട് ഇങ്ങനെ 30,000 രൂപ പിൻവലിച്ചാലും ഒരു സാധാരണഗതിയിലുള്ള 12% ഗ്രോത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ കറക്റ്റ് ആണ്. അതാണ് അതിന്റെ ഒരു ഡീറ്റെയിൽസും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ, നമ്മൾ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4-5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മാർക്കറ്റ് നമ്മളെ ഫേവർ ചെയ്യുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച നേട്ടം നമുക്ക് കിട്ടുകയും അത് നമ്മളുടെ ജീവിതാവസാനം വരെയും നമുക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിട്ടേൺ. ഇപ്പൊ ഈ കേസിൽ ഇദ്ദേഹം 30,000 രൂപ വെച്ച് പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ മരണം വരെയും ഇദ്ദേഹത്തിന് 1 രൂപ പോലും അതിൽ ഇല്ലാതെ വരില്ല. അതായത് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ 46 ലക്ഷം രൂപ കൂടി വരികയേ ഉള്ളൂ എന്നുള്ളതാണ്. അടുത്തൊരു 10-20 വർഷമൊക്കെ കഴിയുമ്പോൾ ഇത് 50 ലക്ഷം 60 ലക്ഷത്തിന്റെ റേഞ്ചിലേക്ക് വരികയും ചെയ്യും, ഓരോ മാസവും 30,000 രൂപ എടുക്കുകയും ചെയ്തിട്ട്. അതായത് SIP ചെയ്യുന്നത് അഗ്രസീവായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് നമ്മളെ ഫേവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വലിയൊരു കോർപ്പസ് തയ്യാറാക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഇത് നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഫണ്ട് ഒരിക്കലും അവസാനിക്കാത്ത തരത്തിലുള്ള, ഒരിക്കലും നഷ്ടപ്പെടാനിടയില്ലാത്ത രീതിയിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. ഇതിനെ പക്ഷേ എന്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് ഡ്രോബാക്കുകൾ ഉണ്ട്. ഇദ്ദേഹം തുടങ്ങിയ സമയത്ത് ഇദ്ദേഹം ഈ ഒരു ഫണ്ടിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്നുള്ളത് ഒരു ഡ്രോബാക്ക് ആണ്. അതേസമയം ഇദ്ദേഹം ഞാൻ പറഞ്ഞ ആ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത് 27,60,000 ഒക്കെ ഏകദേശം ഒരു 60 ലക്ഷം രൂപ ഇപ്പൊ തന്നെ ആയേനെ എന്നുള്ളതാണ്. അദ്ദേഹം പക്ഷെ ഒരു കൺസർവേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന, എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ദുശീലം, അതായത് ഇടയ്ക്ക് പൈസ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്ന ഒരു ദുശീലം ഒഴിവാക്കുന്നതിനായിട്ട് മൊത്തം പണവും ലോക്ക് ആവുന്ന തരത്തിലുള്ള ELSS ഫണ്ടിൽ നിക്ഷേപിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഒരു കുറച്ചുകൂടെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇതിൽ ഇടുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് കുറച്ചുകൂടെ നേട്ടം കിട്ടിയേനെ. അത് മാത്രമല്ല, ഇദ്ദേഹം ഇപ്പൊ SWP ചെയ്യുന്ന സിസ്റ്റമാറ്റിക്കലി വിഡ്രോ ചെയ്യുന്ന രീതിയിലും ചെറിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. ആ സ്ട്രാറ്റജി നമ്മൾ സാധാരണ ഒരു ബക്കറ്റ് സ്ട്രാറ്റജി എന്നുള്ള രീതിയിലാണ് വിളിക്കാറ്. അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നമ്മളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യും. നമ്മുടെ ഒരു റിട്ടയർമെന്റ് പ്ലാനിങ് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്കുള്ള പ്ലാനിങ്ങിനൊക്കെ ആയിട്ട് നമ്മളുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതേപോലുള്ള 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. കൊണ്ടുപോകുന്നത് മുന്നോട്ട് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.